സന്ദീപ് വാര്യർ ജയിൽ മോചിതനായി സ്വീകരിക്കുവാൻ ഒരൊറ്റ നേതാക്കളും എത്തിയില്ല. ശബരിമല സ്വർണ്ണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ സന്ദീപ് വാര്യർ അടക്കം 16 പേർക്ക് ജാമ്യം ലഭിച്ചു. നീണ്ട 9 ദിവസങ്ങൾക്ക് ശേഷമാണ് സന്ദീപ് വാര്യർക്കും കൂട്ടർക്കും ജാമ്യം ലഭിച്ചത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ജയിൽ മോചിതനായ സന്ദീപിനെയും കൂട്ടരെയും സ്വീകരിക്കുവാൻ ഒരൊറ്റ മുതിർന്ന നേതാക്കളോ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതാക്കന്മാരായി ചുമതലയേറ്റവർ 4 പേരുണ്ടായിട്ട് ആരെങ്കിലും ഒരാളോ പോലും അവിടെ എത്തിയില്ല. കുറെ ചെറുപ്പക്കാർ ചേർന്ന് അവർക്ക് സ്വീകരണം നൽകി. അവിടെ കൂടിയ മാധ്യമങ്ങളുടെ മുന്നിൽ ബൈറ്റ് നൽകിയ ശേഷം സന്ദീപ് വാര്യരും സംഘവും തിരികെ പോയി. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരെയും ഷാഫിയെയും രാഹുലിനെയും പോലെയുള്ള മിടുക്കന്മാരായ നേതാക്കന്മാരെ ഒതുക്കുന്നു എന്നതിൻ്റെ അടുത്ത ഒരു ഉദാഹരണമാണ്. സന്ദീപ് വാര്യരടക്കം 16 പേർ ജയിലിൽ പോയിട്ടും തൊട്ടടുത്ത ദിവസം പത്തനംതിട്ടയിൽ നടത്തിയ വിശ്വാസി സംഗമത്തിൽ KPCCയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ വിശ്വാസി സംഗമ പരിപാടിയിൽ ഒരക്ഷരം ഇവരെക്കുറിച്ച് മിണ്ടിയില്ല. അവസാനം പരിപാടി അവസാനിച്ച് വേദിയിലുണ്ടായിരുന്നവരും കാണികളായിട്ടുണ്ടായിരുന്നവരുമെല്ലാം തിരികെ പോയപ്പോൾ രമേശ് ചെന്നിത്തല മാത്രം ഓടി വന്ന് ഒറ്റവാക്കിൽ ഒരു പരാമർശം നടത്തി. ഈ 9 ദിവസമായി ഇവരെക്കുറിച്ച് യാതൊന്നും മിണ്ടിയില്ല. ഇവർക്ക് വേണ്ടി ഒരാൾ പോലും ശബ്ദിച്ചില്ല. അവസാനം കോടതിക്ക് കനിവ് തോന്നി 9-ാം ദിവസം അവരെ പുറത്തുവിട്ടു. രാത്രിയായപ്പോൾ അനാഥരെ പോലെ, ആരുമില്ലാത്തവരെ പോലെ അവർ വീടുകളിലേക്ക് പോയി. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പോലീസിൻ്റെ അടികൊള്ളുന്ന ഇത്തരം പ്രതിഷേധ പരിപാടികൾക്ക് ഇറങ്ങുന്നവരുടെ അവസ്ഥയാണിത്. നിങ്ങൾ മനസ്സിലാക്കണം. സന്ദീപിനെ പോലെയുള്ളവർ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ശ്രദ്ധേയരാകുമ്പോൾ ചങ്കിടിക്കുന്നത് ഈ ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റിയുള്ള ഈ കേക്കച്ചൻ്റെയാണ്. ഇവരെല്ലാം തന്നെക്കാൾ വളരുമോ, ശ്രദ്ധ നേടുമോ, ജനങ്ങൾക്ക് ഇവരോട് താല്പര്യം കൂടുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടും ആദ്യം കൊണ്ടുമാണ് ഇവന്മാരുടെ റാൻമോളികളും പെട്ടിചുമപ്പുകാരുമായ കുറേ വാളിച്ചക്കന്മാരെ പുതിയ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അവർക്കൊന്നും ഈ സന്ദീപ് വാര്യരുടെ ഒന്നും 7 അയൽവക്കത്ത് നിൽക്കുവാനുള്ള യോഗ്യതയോ പ്രാപ്തിയോ ഇല്ല. അതുകൊണ്ടാണ്, ആ ജാള്യത കൊണ്ടാണ് അവന്മാരാരും വരാഞ്ഞത്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ, ദയനീയമായ അവസ്ഥ. ഇനി സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞത് കാണുക. സാംജി ഇടമുറി, സംസ്ഥാന സെക്രട്ടറി ശ്രീ അനൂപ് വെങ്ങവിളയിൽ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി അനന്തു ഉപാലൻ, യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള രഞ്ജു തുമ്പമൺ, സലീൽ സാലി, ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ജിതിൻ നൈനാൻ, അരുൺ പി അച്ചൻകുഞ്ഞ്, നസ്മൽ കാവിളയിൽ, ആരോൺ ബിജലി പനവേലിൽ, സുനിൽകുമാർ യമുന, റോബിൻ, അതുപോലെ തന്നെ വനിതാ പ്രവർത്തകരായിട്ടുള്ള ബിനു ഏഴംകുളം, ഷിനു, ബിന്ദു ബിനു എന്നിവരാണ് കഴിഞ്ഞ 10 ദിനരാത്രങ്ങളായി തടവറയിൽ കഴിഞ്ഞത്. ഈ സ്വർണ്ണപ്പാളി കേസിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് കേരളത്തിലെ, രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തർ വികാരം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഈ സ്വർണ്ണപ്പാളി മോഷണത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ശബരിമല മാത്രമല്ല, കേരളത്തിലെ അങ്ങോളമുള്ള ക്ഷേത്ര സ്വത്തുക്കൾ CPMന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം കവരുന്നതിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ അലയടിക്കുകയാണ്. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ് എയർപോർട്ടിൽ എപ്രകാരമാണോ തില്ലങ്കേരി സംഘം, CPMന്റെ തില്ലങ്കേരി സംഘം സ്വർണം കവരുന്നത്, അതേ സ്വർണം പൊട്ടിക്കൽ മാതൃകയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സ്വർണം CPM സംഘം കവർന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ കവർന്നെടുത്ത സ്വർണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് കേവലം അതിന്റെ തൂക്കത്തിനുള്ള മൂല്യമല്ല, മറിച്ച് അയ്യപ്പന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വർണം എന്നുള്ള നിലയിൽ അതിന് വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ സ്വർണം വൻകിട വ്യവസായികൾക്ക്, അയ്യപ്പ ഭക്തരായിട്ടുള്ള വ്യവസായികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ശബരിമലയിലെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അവിടുന്ന് മോഷണം നടത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും സമര പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു കാര്യം ഉറപ്പു പറയാം, ഞങ്ങളുടെ സമര പ്രക്ഷോഭം
ആ സമരപ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നിൽ വന്ന് ജയിലറയിൽ പോയപ്പോ ഈ മുഖം വികൃതമാക്കപ്പെട്ടവരിൽ നേരത്തെ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കിയവരുമുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുകയാണ്. അയ്യപ്പനായിട്ട് തന്നെ CPM-ന്റെയും BJP-യുടെയും അന്തർധാര പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനയച്ച സമൻസ് 2023 അയച്ച സമൻസാണ് ഇതുവരെയായി BJP-യുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മൂടിവെച്ചത്. നമുക്കറിയാം, ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിക്കും BJP ഇതര മുഖ്യമന്ത്രിക്കും കിട്ടാത്ത പ്രിവിലേജാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കിട്ടുന്നത്. ഇന്ത്യയിലെ മറ്റൊരു BJP ഇതര മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സന്ദർശിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടത്? അമിത്ഷായെ കണ്ടതിന് പിന്നാലെ എങ്ങനെയാണ് പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിന് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നത്? അപ്പൊ ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ കൃത്യമാണ്. CPM-ഉം BJP-യും ഒത്തൊരുമിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ, കളവുകൾ, ക്ഷേത്ര കവർച്ചകൾ ഒക്കെ മൂടിവെക്കുന്നു എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്ന നിമിഷമാണ് അയ്യപ്പൻ തന്നെ അത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. കേരളം ഭരിക്കുന്നത് LDF അല്ല, കേരളം ഭരിക്കുന്നത് NDLF ആണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇവിടെ BJP-യുടെ ഭരണമാണ് പിണറായി വിജയനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുക. ഇപ്പൊ BJP-യുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് പ്രക്ഷോഭമില്ലല്ലോ. ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം ഗത്യന്തരമില്ലാതെ മുഖം രക്ഷിക്കാൻ നടത്തിയ പ്രഹസനങ്ങൾക്കപ്പുറം എന്തേ വിശ്വാസ സംരക്ഷക വേഷം കെട്ടിയ BJP-യും സംഘപരിവാറും പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാത്തത്? ഒരു കാര്യം നിസ്സംശയം പറയാം, വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഈ 10 ദിനരാത്രങ്ങൾ തടവറയിൽ പോയവരിൽ കേവലം ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇന്ന് തടവറയിൽ പോയ ഞങ്ങൾ 17 പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, ക്രൈസ്തവ ചെറുപ്പക്കാരുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതാണ് യൂത്ത് കോൺഗ്രസ്. അയ്യപ്പ ഭക്തരുടെ വികാരം, ആ അയ്യപ്പ ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ജാതി മത വിശ്വാസങ്ങൾക്ക് അതീതമായി തടവറയിൽ പോകാൻ തയ്യാറായി എന്നുള്ളത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. ഇതുകൊണ്ടൊന്നും പോരാട്ടം അവസാനിക്കാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ ഭക്തരുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങൾ കൂടെയുണ്ടാകും, മുന്നിലുണ്ടാകും. അതോടൊപ്പം ഈ ജയിൽവാസകാലത്ത് ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച, മനസ്സുകൊണ്ടും എല്ലാ തരത്തിലും ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച KPCC-ക്കും DCC-ക്കും അതുപോലെ തന്നെ മുഴുവൻ നേതാക്കൾക്കും, ഒരു നേതാവിന്റെ പേരെടുത്ത് പറയുന്നില്ല, ഇവിടെ വന്നിട്ടുള്ളതും വരാത്തതും ഞങ്ങളെ പിന്തുണയർപ്പിച്ചതുമായിട്ടുള്ള എല്ലാ നേതാക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് UDF പ്രവർത്തകർ, ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾക്ക് പുറമേ നിന്ന് എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം UDF പ്രവർത്തകർ, എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഈ പോരാട്ടം ഞങ്ങൾ തുടരും. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.